മൂന്നാർ കയ്യേറ്റത്തിൽ 19 ഉദ്യോഗസ്ഥർ കുറ്റക്കാരെന്ന് ഹൈക്കോടതി. വ്യാജ പട്ടയങ്ങളിൽ സർക്കാർ സീൽ വെച്ചത് റവന്യൂ ഉദ്യോഗസ്ഥരാണെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ അച്ചടക്ക നടപടി എടുത്തോ എന്നും ഹൈക്കോടതി ചോദിച്ചു. വ്യാജ പട്ടയങ്ങളിൽ വിശദമായ അന്വേഷണമെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. ഏകീകൃത വിവരങ്ങൾ സർക്കാരിന്റെ കയ്യിലില്ലെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുകൾ ഉദ്യോഗസ്ഥർ ദുരുപയോഗിക്കുകയാണെന്നും അമിക്കസ് ക്യൂറിയും വ്യക്തമാക്കി. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം ദേവരാജ്, ഗുഡ് ഈവനിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണല്ലോ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 19 ഉദ്യോഗസ്ഥർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്? ഗുഡ് ഈവനിങ് സുജയ. ഇതിൽ വസ്തുതാപരമായ ഒരു കാര്യം കൂടി ഒന്ന് ശരിയാക്കാനുണ്ട്. ആ വാചകം, അതായത് നേരത്തെ രാജൻ മദേക്കറുടെ റിപ്പോർട്ട് അനുസരിച്ച് 19 ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് നേരത്തെ തന്നെ രാജൻ മദേക്കറുടെ റിപ്പോർട്ടിലുണ്ട്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയെടുത്തോ, വകുപ്പ് തല നടപടിയെടുത്തോ എന്ന കാര്യമാണ് ഇന്ന് ഹൈക്കോടതി സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തത്. മൂന്നാറിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയോഗിക്കണം എന്ന കാര്യം, നിയോഗിക്കാൻ നിർദ്ദേശം നൽകണമെന്ന് അമിക്കസ് ക്യൂറി ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശം അംഗീകരിച്ച ഹൈക്കോടതി എത്രയും വേഗം സ്പെഷ്യൽ ഓഫീസറെ നിയോഗിക്കണമെന്ന നിർദ്ദേശം സർക്കാരിന് നൽകുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിനു മുകളിലോ ഉള്ള ഒരു ഉദ്യോഗസ്ഥരായിരിക്കണം ഈ സ്പെഷ്യൽ ഓഫീസറായി നിയോഗിക്കേണ്ടത് എന്ന കാര്യമാണ് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശം നൽകിയത്. ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, എസ് മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇത്തരമൊരു നിർദ്ദേശവും. ഈ നേരത്തെ പട്ടയം നൽകിയതിൽ വ്യാപകമായ ക്രമക്കേടുകളുണ്ടെന്ന് ഹൈക്കോടതി പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഡിവിഷൻ ബെഞ്ച് അത്തരമൊരു പരാമർശം പലതവണ വിമർശനമായി തന്നെ നടത്തിയിട്ടുമുണ്ട്. അത് ഇന്നും ആവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ പട്ടയം നൽകിയതിലെ വസ്തുതകൾ അന്വേഷണത്തിന് വിധേയമാക്കണം എന്ന കാര്യമാണ്, ഈ സ്പെഷ്യൽ ഓഫീസർ അന്വേഷണ വിധേയമാക്കണം എന്ന കാര്യമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. കാരണം വ്യാജ പട്ടയങ്ങളിൽ സർക്കാരിന്റെ സീൽ അടക്കം വെച്ചിട്ടുണ്ട്. ആ സീൽ ഒറിജിനലാണ്. പക്ഷേ അത് ആര് വെച്ചു എന്ന് ചോദിച്ചാൽ അത് വെച്ചത്, ആ വ്യാജ പട്ടയങ്ങളിൽ സീൽ വെച്ചത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ്, റവന്യൂ ഉദ്യോഗസ്ഥർ തന്നെയാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപുള്ള അപേക്ഷകളിലടക്കം റവന്യൂ രേഖകളിലടക്കം തിരുത്തൽ വരുത്തിയാണ് ഇത്തരം വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ചത്. യഥാർത്ഥമെന്ന് കണക്കാക്കപ്പെടുന്ന വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ആഴത്തിലുള്ള വിശദമായ അന്വേഷണമാണ് വേണ്ടത്. അത്രയും വലിയ കുറ്റകൃത്യമാണ് നടന്നതെന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. ഏകീകൃത വിവരങ്ങൾ സർക്കാരിന്റെ കയ്യിലില്ല. ഈ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എവിടേക്ക് കയറി എന്നത് സംബന്ധിച്ച ഏകീകൃത വിവരങ്ങൾ സർക്കാരിന്റെ കയ്യിലില്ല എന്നാണ് അമിക്കസ് ക്യൂറി ഹരീഷ് വാസുദേവൻ ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചത്. സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ ഭൂമി കയ്യേറ്റത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ മറ്റു പല കാര്യങ്ങളിലും തിരക്കിലാണ്. മാത്രമല്ല, മൂന്നാറിലെ ഉന്നതരുടെ വൻകിട കയ്യേറ്റക്കാരുടെ ഫയലുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന കളക്ടറേറ്റിലെ ചില ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് ഈ ഉന്നതരുടെ ഫയലുകൾ മാത്രം കൈകാര്യം ചെയ്യാനാണ് താല്പര്യവും. മനോജ് എന്ന ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞാണ് അമിക്കസ് ക്യൂറി അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. മാത്രമല്ല, ഈ ചെറിയ വിഷയങ്ങളാണെങ്കിൽ അത് കീഴുദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് എന്ന കാര്യവും കൂടി അമിക്കസ് ക്യൂറി ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ പലതരം ഇടക്കാല ഉത്തരവുകളുണ്ട്. ഈ ഇടക്കാല ഉത്തരവുകളെ സർക്കാർ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും കളക്ടറേറ്റിലുള്ള ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യുന്നുവെന്നും ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പള്ളിവാസലിൽ, അതായത് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഇടമാണ് ഇടുക്കി ജില്ലയുടെ മലയോര മേഖല, പ്രത്യേകിച്ച് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അടക്കം. അവിടെ അടക്കം അനുമതിയില്ലാതെ പുതിയ റിസോർട്ട് അടക്കം വരുന്നുണ്ട്. അത് മാധ്യമങ്ങളിൽ പരസ്യം ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും പത്രമാധ്യമങ്ങളിൽ പരസ്യം ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും അമിക്കസ് ക്യൂറി. ഇതിൽ ചുരുക്കി പറഞ്ഞാൽ ശ്യാം ദേവരാജ്, നമുക്ക് ഇതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശത്തിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് മൂന്നാറിലെ ഭൂമി പ്രശ്നത്തിൽ അടിയന്തരമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണം എന്നതല്ലേ ഈ പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ്? അങ്ങനെ തന്നെയാണ്. അതായത് ഇക്കാര്യത്തിലൊരു സ്പെഷ്യൽ ഓഫീസറെ നിയോഗിക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഇന്ന് നിർദ്ദേശം നൽകിയത്. മാത്രമല്ല, ഈ നിർദ്ദേശം നൽകുമ്പോൾ അത് ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിന് മുകളിലോ ഉള്ള പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണമെന്ന നിർദ്ദേശവും കൂടി ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ കേസുകളെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഗൌരവതരമായാണ് കാണുന്നത്. കാരണം 19 ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ് എന്നാണ് രാജൻ മദേക്കറുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മൂന്നാറിലെ ഭൂമി പ്രശ്നത്തിൽ അടിയന്തരമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്.